എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സർജറി ചെയ്താൽ വല്ല കത്രികയോ ബ്ലേഡോ എന്തെങ്കിലുമൊക്കെ വെച്ച് അവന്മാർ തുന്നി തെച്ച് വിടും. എന്നാൽ പിന്നെ ഈ സങ്കടം മാറാൻ വേണ്ടി വല്ല മോട്ടിവേഷൻ സ്പീക്കർ എടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു നമ്മളെ ഫിലിപ്പ് മമ്പാട്ട്. പുള്ളി ഇപ്പോൾ പെണ്ണേഴ്സിൽപ്പെട്ട് അകത്തായി. എന്നാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇത്തിരി മന്ത്രവും തന്ത്രവും ഒക്കെ പ്രയോഗിച്ചൊന്ന് ശരിയാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുരാരി തന്ത്രി അവനും പെണ്ണേഴ്സിൽപ്പെട്ട് അകത്തായി. നാട് മൊത്തവും പെണ്ണേഴ്സാണ്, എല്ലാവരും സൂക്ഷിച്ചു. ഇനി നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പിണറായി സർക്കാർ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന നമ്പർ 1 കേരളത്തിലെ അവസാനം റിപ്പോർട്ട് ചെയ്ത ശസ്ത്രക്രിയാ പിഴവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 വർഷം മുന്നേ നമ്മുടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷ എന്ന് പറയുന്ന സ്ത്രീ ഒരു ശസ്ത്രക്രിയ ചെയ്തു. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുള്ളിക്കാരുടെ വയറിനുള്ളിൽ ഒരു കത്രിക കുടുങ്ങി. എന്തായാലും പുള്ളിക്കാരി 5 വർഷത്തോളം ഈ കത്രികയും കൊണ്ട് നടന്നു. പല പല ആശുപത്രികൾ മാറിക്കയറി. ഒരു ആശുപത്രി പോലും ഇവരുടെ വയറിനുള്ളിൽ ഇങ്ങനെ ഒരു കത്രിക കുടുങ്ങിയ കാര്യം പറഞ്ഞിട്ടില്ല. 5 വർഷം ആ സ്ത്രീ എന്തുമാത്രം വേദന സഹിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു മുള്ളു കുത്തിക്കയറിയാൽ തന്നെ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് വരുന്നത്. അത് ഇരുന്നിട്ടുള്ളവർക്കേ മനസ്സിലാവൂ, ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. ഡോക്ടർ ലളിതാംബിക ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് ന്യൂസ് ചാനൽസിന് കൊടുത്തൊരു ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേ. അത് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ആർട്ടറി ഫോസപ്സ് എന്ന് പറയും, രക്തക്കൊഴലിൽ നിന്ന് ബ്ലീഡ് ചെയ്യുമ്പോൾ പിടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു ഈ ടി വി ഈ കാണുന്ന പോലെ വലിയ സാധനമൊന്നുമല്ല. ആയിരിക്കണമല്ലോ, ഞാൻ ഇല്ലേ. എന്തായാലും ഇതുപോലുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്ന പേഷ്യൻസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വയറിനുള്ളിൽ വല്ല ബ്ലേഡോ പിച്ചാത്തിയോ കത്രികയോ എന്തെങ്കിലുമൊക്കെ കാണും. ഇനി അഥവാ എന്തെങ്കിലും കണ്ടാൽ തന്നെ അവർ പറയും അതൊരു പൂ പറിച്ച് കളയുന്ന ലാഘവത്തോട് നമ്മളെടുത്ത് മാറ്റിത്തരാം, നിങ്ങളതൊന്നും പുറത്ത് പറയാതിരുന്നാൽ മതിയെന്ന്. നമ്മുടെ മന്ത്രിമാരൊക്കെ എന്ത് ബുദ്ധിമാന്മാരാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചുമ്മാ അല്ല ഇവരൊന്നും നമ്മളെ നാട്ടിൽ ചികിത്സയ്ക്ക് വരാത്തത്. ഇവരൊക്കെ അമേരിക്കയിലൊക്കെ ചികിത്സയ്ക്ക് പോകുന്നതിൻ്റെ റീസൺ തന്നെ ഇതാണ്. കാരണം ഇതുപോലത്തെ ഡോക്ടേഴ്സല്ലേ ഇവരെല്ലാം ചികിത്സിക്കാൻ വേണ്ടി നാട്ടിലിരിക്കുന്നത്. ഇവരൊക്കെ വന്നു കഴിഞ്ഞ് വല്ല കിണ്ടിയോ ബ്ലേഡോ പിച്ചാത്തിയോ മൊന്തയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവർക്ക് ഭരിക്കാൻ പറ്റും? കാരണം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് തന്നെ 5 വർഷത്തിന് ശേഷമായിരിക്കും. അപ്പോൾ അത്രയും സമയം ഇവർക്ക് എങ്ങനെ സുഖമായിട്ടൊന്ന് ഭരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാരെല്ലാവരും അമേരിക്കയിലോട്ടും ലണ്ടനിലോട്ടൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മുണ്ട് മുറുക്കി കൊടുത്ത് ഒരു ചൂരയുടെ നടുക്കഷ്ണം പോലും കഴിക്കാതെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞാണ് ഈ സർക്കാർ 10 വർഷം കൊണ്ട് നമ്മളെ എല്ലാവരെയും ഭരിച്ച് സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു 5 വർഷം കൂടി ഇവർക്ക് ഭരിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കുഴപ്പങ്ങളും മാറ്റിയിട്ട് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിനെ ഒരു കിടിലൻ ഹോസ്പിറ്റൽ സെറ്റപ്പിലോട്ട് ഇവർ കൊണ്ടുവരും. എന്തായാലും ഈ സർക്കാരിന് നമ്മളൊരു 5 വർഷം കൂടെ ഭരിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം കൊടുക്കേണ്ടതാണ്. കാരണം അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മുടെ നാട് വികസിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നാട് ഒട്ടുമേ വികസിക്കത്തില്ല. ഈ 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ എത്ര ബാർ തുറന്ന്, ഹോസ്പിറ്റൽ എത്ര എണ്ണം തുറന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട, സ്കൂൾ എത്ര എണ്ണം പുതിയതായിട്ട് വന്നു അതൊന്നും നോക്കണ്ട, അതെല്ലാം വിട്ടേരെ. ബാർ എത്ര എണ്ണം വന്ന്, കുടിച്ച് മരിക്കാൻ വേണ്ടി അവന്മാർ ഇഷ്ടം പോലെ ബാർ തുറന്നു തന്നിട്ടുണ്ട്. കയറുക, കുടിക്കുക, പോവുക. 6 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി വരെ തുറന്നു വെച്ചേരും. ഇഷ്ടമുള്ളവർ പോയി ഇഷ്ടം പോലെ കുടിക്കുക. 5 വർഷം കൂടെ തന്നു കഴിഞ്ഞാൽ കുടിൽ വ്യവസായം പോലെ എല്ലാ മുക്കിനും ഒരു ബാർ സെറ്റപ്പ് ഉണ്ടാക്കും. ബാർ അറ്റാച്ച്ഡ് ഹൗസാണ് അവരുടെ ഒരു ലക്ഷ്യം. എല്ലാ വീട്ടിലും ഒരു കുഞ്ഞ് ബാർ സെറ്റപ്പ്. അതിന് പ്രത്യേക ടാക്സും ഉണ്ട്. എന്തായാലും ഒരു 5 വർഷം കൂടെ കൊടുക്കുക, കുടിച്ച് മരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയ യവന്മാർ അവിടെ വെച്ച് നമ്മളെ കൊല്ലും, കത്തിരിക്കകത്ത് വെച്ച്. ഒന്നീ കുടിച്ച് മരിക്കും, ഇല്ലെങ്കിൽ യവന്മാർ ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടന്ന് മരിക്കും. അപ്പോൾ എങ്ങനെ മരിക്കണമെന്നുള്ളത് മാത്രം നമ്മൾ ഇനി ചിന്തിച്ചാൽ മതി. അപ്പോൾ ശരി.